ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു LCD സ്ക്രീൻ സെപ്പറേറ്റർ മെഷീനാണിത്. ഇതിൻ്റെ മോഡൽ നമ്പർ CP201A എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വാക്വം LCD സെപ്പറേറ്റർ മെഷീൻ മെയ്ഡ് ഇൻ ചൈന. ഇത് ചൈനയുടെ ഒരു മെഷീനാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. 300 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ ഇൻപുട്ട് AC 110 കൊടുക്കാം, 220 കൊടുക്കാം. നമുക്ക് 220 ആണ് നമ്മുടെ ലൈന്, അതുകൊണ്ട് 220 കൊടുക്കാം. പിന്നെ വന്നു വെച്ചാൽ ഇവിടെ വാക്വം LCD സെപ്പറേറ്റർ മെഷീന് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ മോഡൽ നമ്പർ എഴുതിയിടണം. നമുക്കിത് പെട്ടെന്ന് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്, ഇതിൻ്റെ കൂടെ കിട്ടുന്നത് എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു പവർ കേബിളാണ് നമുക്ക് കിട്ടുക. പവർ കേബിൾ കിട്ടും. പിന്നെ ഒരു റബ്ബർ കിട്ടും. ഇത് LCD ഈ മെഷീനുമായിട്ട് പിടിച്ചിരിക്കാനുള്ള ഒരു റബ്ബറാണ്. നമുക്കിതൊന്ന് പൊക്കി നോക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. ഒരിക്കലും ഡാമേജ് ആകാത്ത ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഏറ്റവും ലോ ബജറ്റിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ലൊരു മെഷീനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നല്ലൊരു സെപ്പറേറ്റർ മെഷീനാണ്. ഇതിൻ്റെ ദോഷം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും ഒറിജിനലിൻ്റെ കൂടെ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും പവർ ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഇവിടെയാണ് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കേണ്ടത്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇത് ഓണാകാതിരുന്നാൽ ഈ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യണം ആദ്യം. പിന്നെ നമുക്ക് പവർ കോഡ് ഇതിൻ്റെ പുറകിലാണ് കുത്തുന്നത്. പവർ കോഡ് ഒന്ന് കുത്തി നോക്കാം. സാധാരണ ഇതിൽ ഓണാകാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഫ്യൂസ് കറക്റ്റായിട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തോളും. ഒരു കാരണവശാലും ഷോർട്ടാക്കി കൊടുക്കരുത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പവർ സ്വിച്ച് ഫ്രണ്ടിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമ്മളിത് അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ ഈ റബ്ബർ വയ്ക്കുക. റബ്ബർ വയ്ക്കുന്നത് കറക്റ്റ് ഈ ഹോളിൽ കറക്റ്റ് ആയിട്ട് വയ്ക്കണം. ഹോൾ അടഞ്ഞിരിക്കാൻ പോലെ ഈ റബ്ബർ വയ്ക്കരുത്. പിന്നെ LCD വയ്ക്കണം. ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. അതിന് ശേഷമാണ് LCD അഴിക്കാനുള്ളത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങൾ. പിന്നെ ഈ മെഷീനുള്ള ഒരു കുഴപ്പം ഞാൻ കണ്ടത്, ഇത് ഇളകുന്നുണ്ട്. ഈ രണ്ട് സൈഡിൽ ഈ സാധനം ഇളകുന്നുണ്ട്. ഒറിജിനൽ മെഷീനിൽ ഇത് ഇളകാറില്ല. പിന്നെ ഇതിനകത്ത് ഹീറ്റാകാനുള്ള പ്ലേറ്റ് വെച്ചേക്കുന്നത് കാണാമല്ലോ നിങ്ങൾക്ക്. ആ പ്ലേറ്റ് വെച്ചേക്കുന്നത് ഈ സൈഡിലാണ്. ചിലതിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇതൊരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. ഇതും മാത്രമാണ് ഒരു പോരായ്മ കണ്ടത്. പിന്നെ ഇതിൽ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു LCD സ്ക്രീൻ കാണാം. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് സെറ്റ്, ഒന്ന് എൻ്റർ. ഇത് ചൂട് കൂട്ടാനുള്ളത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഹീറ്റ് കൂട്ടാനുള്ള 2 സ്വിച്ചും. പിന്നെ ഇതൊരു പവർ പുഷ് സ്വിച്ചാണ്. ഈ സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LCD ഔത്തേൽ എയർ ടൈറ്റ് ആകാനുള്ള ഒരു സ്വിച്ചാണത്. ഇതിൻ്റെ വില വരുന്നത് 2500 രൂപയാണ്. 2500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബജറ്റ് മെഷീനാണ്. ഈ റബ്ബറിന് ഒരുവിധം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയേച്ച് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ എന്നാൽ.